ശ്രീമതി അരുന്ധതി റോയ് BJPക്ക് ആനമുട്ട കിട്ടി എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച് അറുമാദിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണാനിടയായി. I keep saying that one of my most favorite text SMS messages that I ever received in my life was after the elections in Kerala, and my sister-in-law messaged me saying BJP equals Anamotta. You know, I was so proud of. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് 0 കിട്ടിയത് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അരുന്ധതി റോയ്ക്ക് ഇത്രമാത്രം സന്തോഷിക്കാനിടയായ കാരണം എന്താണ്? കാരണം അവർ ഏറ്റവും കൂടുതൽ എതിർത്തത് ഗുജറാത്തിലെ നർമ്മദ നദിക്ക് മീതെ ഉയർന്നു പൊങ്ങിയ ഡാമായിരുന്നു. അതിനെ തുരങ്കം വയ്ക്കാൻ പഠിച്ച പണി 18 നോക്കി പരാജയപ്പെട്ടു പോയി. അതുമാത്രമോ, അവിടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രതിമ വന്നു, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ. അതും അവർക്ക് എങ്ങനെ സഹിക്കാൻ ഒക്കും? അങ്ങനെ അവരാകെ നിരാശയിൽപ്പെട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. കേരളത്തിലെ റിസൾട്ട് സന്തോഷിച്ചു, അറുമാദിച്ചു. പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ളൊരു സംഗതി പറയാനുള്ളത്, ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വട്ടപൂജ്യം കിട്ടിയില്ലയോ? ഇനി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആനമുട്ട. അതിലെന്തേ നിങ്ങൾ അർമാദിക്കാത്തത്? അതിൽ കൂടെ സന്തോഷിക്കും. കാരണം നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒക്കില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് കോൺഗ്രസ്സിനെ വട്ടപൂജ്യത്തിലാക്കി അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് അരുന്ധതി റോയിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിരാശയുടെ അഗാധ ഗർത്തത്തിലായിരിക്കും നിങ്ങളിപ്പോൾ. പക്ഷേ സഹിക്കാനുള്ള ശക്തി നേടുക. കടുങ്കൈയൊന്നും കാണിച്ചു കളയരുതേ.